ഹായ് ഫ്രണ്ട്സ്, ഗീതഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേഖ രാധികയോട് ചോദിക്കുന്നുണ്ട്, സുവർണയുടെ അടുത്തേക്ക് വിടാൻ രാധികാമ്മയ്ക്ക് എങ്ങനെ തോന്നി? രാധികാമ്മ, ഇപ്പൊ ചെയ്യുന്ന ജോലിയുടെ പേര് പോലും പറയാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. എടി, എന്റെ അമ്മയോട് അനാവശ്യം പറഞ്ഞ നീ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് രേഖയെ അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ആ കൈ അങ്ങ് പിടിച്ചു വെക്കാട്ടോ. രേഖ, എന്നെ തൊട്ടാൽ ഞാൻ ഗോവിന്ദേട്ടനെ വിളിക്കും. ഇനി നിങ്ങൾ സുവർണയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ച ഗോവിന്ദേട്ടനോട് നിങ്ങൾ മാത്രമല്ല അമ്മയും ഉത്തരം പറയേണ്ടി വരും എന്ന് പറയണേ. അപ്പൊ രാധിക ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടെ കരോക്കെ ഒക്കെ പ്ലേ ചെയ്തിട്ട് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ രാധിക പറയുന്നുണ്ട്, കണ്ണൻ പാടാൻ പോവുകയാണെന്ന് തോന്നുന്നു, വരുണേ നീ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അപ്പൊ ഇവര് പാടി അഭിനയിക്കുന്നിടത്തേക്ക് എല്ലാവരും വരുന്നുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ വരുണ് പോവാൻ ശ്രമിക്കുമ്പോൾ രേഖ തടഞ്ഞു നിർത്തുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭാസ്കരൻ വരുണിനെ പിടിച്ചു നിർത്താട്ടോ. പിന്നെ വരുണ് അയാളുടെ അടുത്തുനിന്ന് ഡാൻസ് ഒക്കെ കളിക്കണ മാതിരി അഭിനയിച്ചിട്ട് പുറത്തേക്ക് ഓടി പോവാണ്. പിന്നാലെ രേഖയും പോകുന്നുണ്ട്. അപ്പോൾ വരുൺ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ സുവർണ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആ രേഖ തടഞ്ഞു നിർത്തിയോണ്ടാ ഞാൻ ലേറ്റ് ആയത്. എന്താ നിനക്ക് വല്ലാതെ പനി വല്ലതും ഉണ്ടോന്ന് പറഞ്ഞിട്ട് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്താ ഈ രാത്രി കാശുണ്ടാക്കാനുള്ള വഴി എന്ന് ചോദിക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ സൈഡിൽ നിന്ന് രണ്ടാൾക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കാശുണ്ടാക്കാനുള്ള വഴി ഞങ്ങൾ പറഞ്ഞു തന്നാ മതിയോ? എടി രാക്ഷസി, നീ എന്നെ ചേതൻ ഗ്രൂപ്പിന് ഉറ്റുകൊടുത്തല്ലേ? എന്നെ ഗൺ പോയിന്റിന് മുന്നിൽ നിർത്തി ആണ് സാറിനെ എന്നെ കൊണ്ട് വിളിപ്പിച്ചത് എന്ന് പറയട്ടെ സുവർണ. വിളിച്ചില്ലെങ്കിൽ കൊല്ലും എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ആ ഗുണ്ടകൾ വന്നിട്ട് പറയുന്നുണ്ട്, സാറ് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഞങ്ങളുടെ കൂടെ വരില്ലേ, ഞങ്ങളുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുൺ അവരുടെ കയ്യിൽ നിന്നും കുതറി ഓടുമ്പോൾ ഒരാൾ ഗൺ പോയിന്റില് വരുണിനെ നിർത്താണേ. സാറിനെയും മേഡത്തെയും നമുക്ക് നമ്മുടെ ഗോഡൌൺ ഒന്ന് കാണിച്ചു കൊടുത്താലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് അങ്ങ് പോക്കി കൊണ്ടുപോകാൻ കേട്ടോ വരുണിനെ. അപ്പൊ രേഖ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറാണ്. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒന്ന് നിർത്തുന്നുണ്ടോ? രാവിലെ മുഴുവൻ വയ്യാതെ ക്ഷീണിച്ച് പണിയൊക്കെ എടുത്ത് വന്നൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പാട്ടും കൂത്തും കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയട്ടെ രേഖ. അപ്പൊ രേഖ പറയുന്നത് കേട്ട് എല്ലാവരും അന്തം വിട്ടു പോവാട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി പോവാണ്. ഇത് കാണുന്ന ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, രേഖയ്ക്ക് ഇതെന്തു പറ്റി? സാധാരണ അവൾ ഈ പരിപാടിയൊക്കെ എൻജോയ് ചെയ്യാറുള്ളതാണല്ലോ, അവളുടെ പ്രശ്നം എന്താന്ന് ഞാൻ പറയാന്ന് പറയട്ടെ രാധിക. മോനെ കണ്ണ, എല്ലാ ഗർഭിണികളും ഒരേപോലെ ആവില്ലല്ലോ. ഗീതുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് പാടിയത്. പക്ഷെ ആ പാട്ടും കൂത്തും ഒക്കെ സഹിക്കാൻ പറ്റാത്ത ഗർഭിണികളും ഉണ്ട്. രേഖയ്ക്ക് അതായിരിക്കും അസ്വസ്ഥത എന്ന് പറയണേ. ഏയ്, രേഖ കുഞ്ഞിന് അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇന്ന് രാവിലെയും കൂടെ പാട്ട് വെച്ച് കേട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടില്ലേ എന്ന് അയ്യപ്പേട്ടൻ പറയാണേ. ഞാൻ എല്ലാവരുടെയും മാനസികാവസ്ഥ ഒന്ന് കണക്കിലെടുക്കണമായിരുന്നു. ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിച്ചത്. അങ്ങനെ ശ്രദ്ധിച്ചോളാം എന്ന് ഗീതു പറയുമ്പോൾ രഞ്ജു പറയുന്നുണ്ട്, രേഖേച്ചി പാട്ട് ആസ്വദിച്ചിരുന്നു. ഇവിടെ ഗോവിന്ദേട്ടൻ പാട്ട് പാടുമ്പോൾ വരുണേട്ടൻ ഇറങ്ങി എവിടെയോ പോയി, അതുകൊണ്ടാണ് രേഖേച്ചിക്ക് ദേഷ്യം വന്നത് എന്ന് പറയട്ടെ രഞ്ജു. വരുണേട്ടനോടുള്ള ദേഷ്യം ഇവിടെ തീർത്തു, അത്രേ ഉള്ളൂ എന്ന് പറയണേ. വരുൺ പുറത്തു പോകുന്നത് നീ കണ്ടോ? ഞാൻ കാണുകയും ചെയ്തു. അതിന്റെ പിന്നാലെ രേഖേച്ചി പുറത്തു പോകുന്നതും കണ്ടു. വളരെ സങ്കടപ്പെട്ട രേഖേച്ചി തിരിച്ചു വന്നത് അതും ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഇവിടെ ജീവിച്ച് എന്നോട് എതിർത്ത് സംസാരിക്കാൻ മാത്രം നീ ആയോ? ഇതിനിടയ്ക്ക് പ്രിയ പറയുന്നുണ്ട്, അമ്മ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, ഞാനും കണ്ടതാ. അമ്മയായ എങ്ങോട്ടോ വരുണേട്ടനെ പറഞ്ഞു വിട്ടത്, അതൊക്കെ ഞാനും കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പോയി രാധികയോട് ചോദിക്കുന്നുണ്ട്, ഈ രാത്രിയിൽ വരുൺ എവിടെ പോയി? ഞാൻ എങ്ങോട്ടും പറഞ്ഞു വിട്ടില്ല കണ്ണ എന്ന് പറയുമ്പോഴേക്കും പ്രിയ അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയായ വരുണേട്ടനെ പറഞ്ഞു വിട്ടത് രേഖേച്ചി പോണ്ട എന്ന് പറഞ്ഞിട്ടും വരുണേട്ടൻ പോകുന്നത് സുവർണയുടെ അടുത്തേക്കായിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും രേഖേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് പറയട്ടെ ഗീതു. വരുണേട്ടന്റെ കള്ളത്തരമൊക്കെ രേഖേച്ചി എങ്ങനെയെങ്കിലും സഹിക്കും, പക്ഷെ സുവർണയായിട്ടുള്ള അത് രേഖേച്ചി സഹിക്കില്ല എന്ന് പറയട്ടെ ഗീതു. ചേതൻ ഗ്രൂപ്പിന്റെ സ്പൈ ആണ് സുവർണ. അതറിഞ്ഞിട്ടും വരുൺ ഒരിക്കലും എന്നെ ചതിച്ചു. രേഖയും കുഞ്ഞിനെയും ഓർത്ത് മാത്രമാണ് ഞാൻ അന്ന് ശ്രമിച്ചത്. രേഖയെ ഇങ്ങനെ സങ്കടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന അവനോട് ഇനി ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയട്ടോ ഗോവിന്ദ്. അവൻ ഇനി ആ സുവർണയുടെ അടുത്തേക്കോ മറ്റോ ആണ് പോയതെങ്കിൽ ഇനി ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. ഏയ്, അവനിപ്പോ സുവർണയായിട്ട് യാതൊരു ബന്ധവുമില്ല കണ്ണ, അവൻ മറ്റെവിടേക്കെങ്കിലും പോയതായിരിക്കും എന്ന് രാധിക പറയുമ്പോൾ രേഖേച്ചിയെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയട്ടെ ഗീതു. കണ്ണേട്ടനെ കണ്ടിട്ട് ഇനി വരുണേട്ടൻ വീട്ടിൽ കയറിയാൽ മതി എന്ന് പറയാണ് ഗീതു. ഇതൊക്കെ തീരുമാനിക്കാൻ നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഗൃഹനാഥൻ ഞാനാണ്, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് എന്റെ ഭാര്യയല്ലാതെ പിന്നെ ആരാ എന്ന് ചോദിക്കട്ടോ രാധികയോട് ഗോവിന്ദ്. അപ്പൊ ഞാൻ ഈ കുടുംബത്തിൽ ആരാ? നിന്റെ രണ്ടാനമ്മയോ? പുതിയ ബന്ധങ്ങളൊക്കെ വന്നപ്പോ എനിക്ക് രണ്ടാനമ്മയും മക്കളൊക്കെ അന്യന്മാരായോ? എന്നിട്ട് പ്രിയയോട് പറയുന്നുണ്ട്, ഏട്ടന്റെ സ്നേഹം പങ്കുവെക്കരുതെന്ന് ആഗ്രഹിക്കുന്ന നിന്നെ പോലും അന്യയായിട്ടാണ് കരുതുന്നത് എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദിന് അങ്ങ് ചൂടാ
ഭർത്താവാണ് കേട്ടോ. നിങ്ങളുടെ നാടകം ഒന്ന് നിർത്തുന്നുണ്ടോ? എന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പെങ്ങളെ എന്നിൽ നിന്ന് തിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഒരു കാര്യം എനിക്കിതിൽ നിന്ന് ബോധ്യപ്പെട്ടു രാധികാമ്മേ. എനിക്ക് നിങ്ങളല്ല, നിങ്ങൾക്ക് ഞാനാണ് അന്യനായത്. ഇന്നും ഇന്നലെയല്ല, കഴിഞ്ഞ 25 കൊല്ലായി ഗോവിന്ദ് മാധവൻ എന്ന ഞാൻ നിങ്ങൾക്ക് വെറും അന്യനാണെന്ന് പറയണേ.